തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് മലയാളം കാത്തിരുന്നത്. ആ കാത്തിരിപ്പൊരിക്കലും നഷ്ടമായിരുന്നില്ലെന്ന് അടിവരയിടുന്ന വെള്ളിയാഴ്ചയാണ് കടന്നുപോകുന്നത്. വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടി താരങ്ങളിലെ മികച്ച നടന്മാരിൽ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന സിനിമയാവുകയാണ് കളങ്കാവൽ. മലയാളത്തിന് ഇനിയുമേറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി കളങ്കാവൽ സംഭാവന ചെയ്യുന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് കളങ്കാവൽ. ദുൽഖർ സൽമാൻ്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസ നേടിയിരുന്നു. സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. 8 മാസത്തിന് ശേഷമെത്തുന്ന മമ്മൂട്ടി ചിത്രം എന്നതിന് പുറമെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. നടന്ന സംഭവത്തിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് കളങ്കാവൽ എന്ന് വ്യാപക പ്രചാരണമുണ്ടായിരുന്നു. ഇത് അണിയറ പ്രവർത്തകർ തന്നെ നിഷേധിക്കുകയും ചെയ്തു. പ്രചരിക്കപ്പെട്ട യഥാർത്ഥ സംഭവത്തിൻ്റെ അടിസ്ഥാന തന്തു മാത്രമാണ് ചിത്രത്തിന് പ്രേരണയായതെന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ വ്യക്തമാകും. യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രേരണയുൾക്കൊണ്ട് തീർത്തും വ്യത്യസ്തമായ അടിമുടി സിനിമാറ്റിക്കായ തിരക്കഥയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരാചാരമാണ് ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്ന കളങ്കാവൽ. രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിലൊന്നാണ് കളങ്കാവൽ. തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത്. തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ടുത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ മാത്രമല്ല പാച്ചല്ലൂർ, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിൽ കളങ്കാവൽ ചടങ്ങ് ആചരിക്കുന്നുണ്ട്. കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകാത്മക ചടങ്ങാണിത്. കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയും. ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്കത്തിരുമുടിയുമായി എത്തുന്ന ദേവി അത്ഭുത കാഴ്ചയാണ്. അതാണ് ഐതിഹ്യമെങ്കിലും ആചാരവുമായി കഥയ്ക്ക് നേരിട്ട് ബന്ധമുള്ളതായി ചിത്രത്തിൽ കാണിക്കുന്നില്ല. കളത്തിൽ അസുരനെ നിഗ്രഹിക്കുന്നതാണ് ചടങ്ങ്. ആ അർത്ഥത്തിൽ പ്രമേയത്തിന് പേരുമായി വിദൂര സാമ്യതയുണ്ട്. കൂടാതെ കളങ്കാവൽ ഒരു ധീരമായ പരീക്ഷണമാണെന്നും മലയാള സിനിമയുടെ നിലവാരം കൂടുതൽ മികവിലേക്കുയർത്തുന്ന ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ധൈര്യമായി ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് ഈ ചിത്രമെന്നും മന്ത്രി വി. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും അഭിനയത്തെക്കുറിച്ചും മന്ത്രി പ്രശംസിച്ചിട്ടുണ്ട്. കാലം ചെല്ലുന്തോറും അഭിനയത്തിൻ്റെ പുതുതലങ്ങൾ തേടുന്ന മമ്മൂക്കയുടെ ധൈര്യവും അർപ്പണബോധവും അത്ഭുതപ്പെടുത്തുന്നുവെന്നും പച്ചയായ മനുഷ്യജീവിതങ്ങളെ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി സ്ക്രീനിലെത്തിക്കാൻ വിനായകനുള്ള കഴിവ് അപാരമാണെന്നും അദ്ദേഹം കുറിച്ചു. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഈ മാസം 5-നാണ് തിയേറ്ററുകളിലെത്തിയത്. സയനൈഡ് മോഹൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടിക്കും വിനായകനുമൊപ്പം ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, ഗായത്രി അരുൺ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു.